നമുക്കറിയാം അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുന്നത് എക്സംപ്റ്റ് ഇൻകം ആണ്. പക്ഷെ ITR ഫയൽ ചെയ്യുന്ന സമയത്ത് അഗ്രികൾച്ചർ ഇൻകം നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റ് ഇൻകത്തിന്റെ കൂടെ അഗ്രികൾച്ചർ ഇൻകം കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ടാക്സ് റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ 5% ടാക്സ് റേറ്റിൽ നിൽക്കുന്ന ഒരാള് ഇതോടെ കൂട്ടുമ്പോൾ 10% റേറ്റിലേക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ടാക്സ് കാൽക്കുലേഷനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ ഇൻകം റിപ്പോർട്ട് ചെയ്യേണ്ടത്, കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പം അഗ്രികൾച്ചർ ഇൻകം ഏത് ITRലാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്? ITR 1ലും ITR 4ലും 5000 rupees വരെയുള്ള അഗ്രികൾച്ചർ ഇൻകം ആണെങ്കിൽ അതിൽ ഫയൽ ചെയ്യാവുന്നതാണ്. അതായത് ITR 1ലോ 4ലോ ഫയൽ ചെയ്യാവുന്നതാണ്. ഇനി 5000 രൂപയിൽ കൂടുതലാണ് അഗ്രികൾച്ചർ ഇൻകം വരുന്നതെങ്കിൽ നമ്മൾ ITR 2ഓ അല്ലെങ്കിൽ ITR ബിസിനസ് ഇൻകം കൂടെ ഉള്ളവരാണ് ITR 3ഓ യൂസ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ 5 ലക്ഷത്തിൽ കൂടുതലാണ് നമ്മുടെ അഗ്രികൾച്ചർ ഇൻകം വരുന്നതെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ലാൻഡിന്റെ ഡീറ്റെയിൽസും കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതായത് എത്ര ഏക്കർ ലാൻഡ് ആണുള്ളത്, അത് ഓൺ ലാൻഡ് ആണോ അതോ ലീസിനെടുത്ത ലാൻഡ് ആണോ, അതുപോലെ തന്നെ ഈ അഗ്രികൾച്ചർ ലാൻഡ് ഇറിഗേറ്റഡ് ആണോ റെയിൻ ഫെഡ് ആണോ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായി.